ഹൈക്കമാൻഡിനെതിരെ കരുനീക്കങ്ങൾ ശക്തിപ്പെടുത്തി ഉമ്മൻചാണ്ടി. ദേശീയ വിഷയങ്ങളിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലിൽ മൂർച്ചയില്ലെന്ന് പരോക്ഷമായി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഹൈക്കമാൻഡ് നിയോഗിച്ച രാഷ്ട്രീയകാര്യ സമിതിയിലും ഉമ്മൻചാണ്ടി പങ്കെടുക്കില്ല. ഹൈക്കമാൻഡ് വേണ്ടത്ര പരിഗണന നൽകാത്ത സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ പുതിയ നീക്കങ്ങൾ. നോട്ട് പ്രതിസന്ധി പോലുള്ള ദേശീയ വിഷയങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെടലിലെ മൂർച്ചക്കുറവ് മുതലെടുത്താണ് നീക്കം. പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴും ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന വിഷയങ്ങളിൽ ഉമ്മൻചാണ്ടി തുടർച്ചയായ വാർത്താസമ്മേളനങ്ങൾ നടത്തുന്നു. സമാനമായി ചിന്തിക്കുന്ന മുതിർന്ന നേതാക്കളുമായി ചേർന്നാണ് പത്രസമ്മേളനങ്ങൾ. ഹൈക്കമാൻഡിനെ ഒഴിവാക്കി ദേശീയ വിഷയങ്ങളിൽ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളോടുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഇങ്ങനെ: മെയിൻ ഇഷ്യൂ എന്ന് മാറണ്ട, ആരുന്നയിക്കുന്നു എന്നുള്ളതല്ല, എന്തുന്നയിക്കുന്നു, ഉന്നയിക്കുന്നത് ശരിയോ തെറ്റോ. മുതിർന്ന കോൺഗ്രസ് നേതാവ് തങ്കബാലുവുമായി ചേർന്നായിരുന്നു ഇന്നത്തെ പത്രസമ്മേളനം. No. I am telling you, nobody can ignore Mr. Chandi as a leader. ഹൈക്കമാൻഡ് നിയോഗിച്ച രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കില്ലെന്ന വ്യക്തമായ സൂചനയും ഉമ്മൻചാണ്ടി നൽകി. DCC പുനഃസംഘടനയിൽ സ്വന്തം ലിസ്റ്റ് ദേശീയ നേതൃത്വം വെട്ടിയതോടെയാണ് ഉമ്മൻചാണ്ടി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുന്നത്. MR സജേഷ്, തിരുവനന്തപുരം. കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തുറന്നു സമ്മതിച്ച ചെന്നിത്തല രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കുമെന്ന് ഉറപ്പില്ല. പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ചെന്നിത്തല ദില്ലിയിൽ പറഞ്ഞു. അല്ല, ഇലക്ഷൻ എന്നുള്ളതിനെ ആരും എതിർക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഇലക്ഷൻ വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും എതിർപ്പില്ല. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. എപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല. ദേശീയ നേതൃത്വമാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയും മറ്റു കാര്യങ്ങളും എപ്പോൾ നടത്തണമെന്നൊക്കെ തീരുമാനിക്കേണ്ട അവരാണ്. അല്ല, 14-ാം തീയതി പുള്ളി അന്ന് വരുമോ എന്നുള്ള കാര്യത്തിൽ വരുമെന്നുള്ള ഉറപ്പില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള എല്ലാ ശ്രമവും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തുടരുന്നതാണ്. അല്ല, അത്ര ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടത്. അല്ലല്ല, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആരും എന്നെ ചുമതലപ്പെടുത്തിയിട്ടല്ല. എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള നിലയിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ മുൻ മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ സഹകരണം എല്ലാ രംഗത്തും അനിവാര്യമാണ് എന്ന പൂർണ്ണ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കില്ലെന്ന് പറഞ്ഞതിനോട് പരസ്യമായി പ്രതികരിക്കുന്നില്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. ഉമ്മൻചാണ്ടിയോട് കൂടി ആലോചിച്ചാണ് യോഗം 14-ന് തീരുമാനിച്ചതെന്ന് സുധീരൻ മലപ്പുറത്ത് പറഞ്ഞു. ഞാൻ അതേക്കുറിച്ചൊരു പരസ്യമായൊരു ചർച്ചയ്ക്ക് മുതിരുന്നില്ല. ഇന്നലെ രമേശ് ചെന്നിത്തലയും ഞാനും ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചു. അദ്ദേഹവുമായി സംസാരിച്ച് ആണ് ഈ തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം മുതിർന്ന നേതാവാണ്. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം ചേരുന്നതിനൽപ്പം കാലതാമസമുണ്ടായത്. കൊല്ലം ജില്ലയിൽ A ഗ്രൂപ്പ് ശുദ്ധികലശത്തിന് ഒരുങ്ങുന്നു. ഉമ്മൻചാണ്ടിക്കൊപ്പം ആരൊക്കെയുണ്ടെന്നറിയാനാണ് നീക്കം. അതേസമയം VM സുധീരൻ പക്ഷത്തുള്ളവർ A ഗ്രൂപ്പിനെ പിളർത്താനുള്ള ശ്രമം തുടങ്ങി. കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷിന്റെ കൊട്ടാരക്കരയിലെ വസതിയിൽ A ഗ്രൂപ്പിലെ 15ഓളം നേതാക്കൾ ഗ്രൂപ്പ് യോഗം ചേർന്നിരുന്നു. ജില്ലയിൽ ഉമ്മൻചാണ്ടി പക്ഷ A ഗ്രൂപ്പ് നേതാക്കൾ തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള നീക്കം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഉമ്മൻചാണ്ടി വിഭാഗം ഭ്രഷ്ട് കൽപ്പിച്ച കൊടിക്കുന്നിൽ തങ്ങളില്ലാതെന്ത് A ഗ്രൂപ്പ് എന്ന ചോദ്യം ഉന്നയിച്ച് രംഗത്തെത്തുന്നത്. അടുത്ത കാലത്ത് ഉമ്മൻചാണ്ടി പക്ഷത്തേക്ക് ചരിഞ്ഞ KPCC നേതാവ് ഭാരതിപുരം ശശിയെ കൂടെ കൂട്ടിയാണ് ഈ മേരിദാസൻ, A ഷാനവാസ് ഖാൻ തുടങ്ങിയ നേതാക്കൾ ജില്ലയിൽ A ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താനും VM ഗ്രൂപ്പുകളെ ഒറ്റപ്പെടുത്താനും ഗ്രൂപ്പ് യോഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ കൂടുന്നത്. AICCയുമായും KPCCയുമായും ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടി എല്ലാ ജില്ലകളിലും തന്നെ അനുകൂലിക്കുന്ന A ഗ്രൂപ്പിന്റെ യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും സംഘടനാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കാനും നിർദ്ദേശം നൽകി. എന്നാൽ AK ആന്റണിക്കൊപ്പമാണ് താനെന്നും A ഗ്രൂപ്പ് എന്നാൽ AK ആന്റണിയാണെന്നും വ്യക്തമാക്കിയ കൊടിക്കുന്നിൽ സുരേഷ് ഉമ്മൻചാണ്ടിയോടുള്ള അനിഷ്ടം പറയാതെ പറഞ്ഞു. ഞാൻ AK ആന്റണി എന്ന നേതാവിലൂടെ അദ്ദേഹം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ ലൈനിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നയാളാണ്. AK ആന്റണി എവിടെ നിൽക്കുന്നുവോ അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. VM സുധീരൻ പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് എനിക്ക് പാർട്ടിക്കകത്തൊരു പരിഗണന ലഭിച്ചത്. സുധീരൻ വന്നതിന് രണ്ടല്ലേ. കേരളത്തിൽ AI എന്ന 2 ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂവെന്നും ഉമ്മൻചാണ്ടി A ഗ്രൂപ്പിനെ ഹൈജാക്ക് ചെയ്യുകയാണോ എന്ന ചോദ്യത്തിന് താൻ അതൊരു മറുപടി പറയുന്നില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. എന്തായാലും VM സുധീരനെ അനുകൂലിക്കുന്ന A ഗ്രൂപ്പ് നേതാക്കൾ AK ആന്റണിയാണ് A ഗ്രൂപ്പ് നേതാവെന്ന് പുതിയ സന്ദേശവും മുന്നറിയിപ്പും നൽകുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി ചെറിയാൻ ഫിലിപ്പ് തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കി.
തിരിച്ചു കൊണ്ടുവരാൻ ചില പ്രമുഖ നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും താൻ ഒരിക്കലും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഏതാനും വർഷമായി പകലന്തിയോളം AKG സെന്ററാണ് തന്റെ പ്രവർത്തന കേന്ദ്രം. CPIM ഏൽപ്പിക്കുന്ന രാഷ്ട്രീയ ചുമതലകൾ നിർവഹിച്ചു വരികയാണെന്നും ചെറിയാൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ഉത്തർപ്രദേശ്, പഞ്ചാബ്, മണിപ്പൂർ, ഗോവ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. പഞ്ചാബിലും ഗോവയിലും ഫെബ്രുവരി 4-നാണ് തെരഞ്ഞെടുപ്പ്. ഉത്തരാഖണ്ഡിൽ ഫെബ്രുവരി 15-ന് തെരഞ്ഞെടുപ്പ് നടക്കും. മാർച്ച് 4-നും 8-നുമാണ് മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിൽ 7 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ മാർച്ച് 11-ന് നടക്കും. ഗോവ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഉത്തർപ്രദേശ് എന്നീ 5 സംസ്ഥാനങ്ങളിലായി 693 നിയമസഭാ മണ്ഡലങ്ങൾ, 16 കോടി സമ്മതിദായകർ. നിർണായകമായ തെരഞ്ഞെടുപ്പുകളിലേക്കാണ് രാജ്യം കടക്കുന്നത്. There are 690 legislative assemblies which will go to poll, and there are 133 assemblies out of these reserved for scheduled castes, and 23 seats are reserved for scheduled tribes as per the delimitation order of 2008. BJP ഭരിക്കുന്ന ഗോവയും BJP പിന്തുണയോടെ ശിരോമണി അകാലിദൾ സർക്കാരുമുള്ള പഞ്ചാബും ഒറ്റഘട്ടമായി അടുത്ത മാസം 4-ാം തീയതി പോളിംഗ് ബൂത്തിലെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിൽ ഫെബ്രുവരി 15-നാണ് വോട്ടെടുപ്പ്. ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്ന മണിപ്പൂരിലെ 60 മണ്ഡലങ്ങളിൽ 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. മാർച്ച് 4-ന് 35 മണ്ഡലങ്ങളിലും ബാക്കിയുള്ള 25 മണ്ഡലങ്ങളിൽ മാർച്ച് 8-നും. ഇറോം ശർമിള നിരാഹാര സമരം അവസാനിപ്പിച്ച് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പിനിറങ്ങുന്നതിലൂടെ ശ്രദ്ധേയമാണ് മണിപ്പൂർ. 403 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിലാണ് ഇത്തവണത്തെ ഏറ്റവും ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പ് അടുത്ത മാസം 11-ന് ആരംഭിക്കും. ഫെബ്രുവരി 15, 19, 23, 27 തീയതികളിലായി 5 ഘട്ടങ്ങൾ. തുടർന്ന് മാർച്ച് 4, 8 തീയതികളിലായി 6ഉം 7ഉം ഘട്ടത്തോടുകൂടി ഉത്തർപ്രദേശിലെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാകും. 14 വർഷത്തിനു ശേഷം ഭരണം തിരികെ പിടിക്കാവുന്ന പ്രതീക്ഷയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJPയും ദില്ലി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച കോൺഗ്രസും മത്സരരംഗത്തുള്ള ഉത്തർപ്രദേശിൽ മായാവതിയുടെ BSPയും ഏറെ മുമ്പിലാണ്. അച്ഛനും മകനും തമ്മിലുള്ള തർക്കത്തിൽ സമാജ്വാദി തകർന്നടിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കണക്കുകൂട്ടുന്നു. മാർച്ച് 11-നാണ് 5 സംസ്ഥാനങ്ങളിലെയും ഫലപ്രഖ്യാപനം. എല്ലാ സംസ്ഥാനങ്ങളിലും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. നോട്ടുമാറ്റത്തിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പുകൾ ഭരണ പ്രതിപക്ഷത്തിന് ഒരുപോലെ നിർണായകം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തു നിന്നും സന്തോഷ് സർലിംഗ്. കർശന ചട്ടങ്ങളാണ് ഇത്തവണ 5 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിൽ വരുത്തുന്നത്. മതം ഉപയോഗിച്ച് വോട്ട് തേടരുതെന്ന സുപ്രീം കോടതി ഉത്തരവ് നിർബന്ധമായി നടപ്പിലാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച ശേഷം വോട്ടിംഗിനിടയിൽ പൊതുബഡ്ജറ്റ് പ്രഖ്യാപനം വരുന്നതും നിരീക്ഷിക്കും. 20,000-ന് മേലുള്ള തുക വിനിയോഗത്തിന് ചെക്കോ ഡ്രാഫ്റ്റോ ഉപയോഗിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. പണവും മതവും കയ്യൂക്കും വിധി നിർണ്ണയിക്കുന്ന ഉത്തരേന്ത്യൻ തെരഞ്ഞെടുപ്പിലേക്ക് കർശന ചട്ടങ്ങളുമായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നത്. കള്ളപ്പണം തടയാൻ സ്ഥാനാർത്ഥികളുടെ ചെലവ് ചെക്കോ ഡ്രാഫ്റ്റായോ നിയന്ത്രിക്കും. 20,000-ന് മേൽ സംഭാവന സ്വീകരിക്കുന്നതും തുക വിനിയോഗിക്കുന്നതും ബാങ്ക് അക്കൗണ്ട് വഴി മാത്രം. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണ ചെലവിനായി ഉപയോഗിക്കാവുന്ന തുക 28 ലക്ഷമായി നിജപ്പെടുത്തി. ഗോവ, മണിപ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ചെലവ് 20 ലക്ഷമായും ചുരുക്കി. മതം വോട്ട് തേടാൻ ഉപയോഗിക്കുന്നതിനെതിരെ സുപ്രീം കോടതി വിധി कर्शनമായി നടപ്പിലാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. आदेश में कहा गया है वो ये है कि अगर धर्म, जाति, समुदाय आदि के नाम पर कैंडिडेट या उनके एजेंट या उनके सपोर्टर्स वोट मांगते हैं तो वो करप्ट प्रैक्टिस माना जाएगा और जो भी आदेश माननीय सर्वोच्च न्यायालय ने दिया है उसका एप्लीकेशन किया जाएगा. സമ്മതിദാനാവകാശത്തിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ വോട്ടിംഗ് മെഷീൻ സ്ഥാപിച്ചിരിക്കുന്ന കമ്പാർട്ട്മെന്റിന്റെ ഉയരം 30 ഇഞ്ചായി ഉയർത്തും. അപരന്മാർ വോട്ട് പിടിക്കുന്നത് തടയാൻ വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഉൾപ്പെടുത്തും. സ്ത്രീകൾക്കായി പോളിംഗ് ബൂത്ത്. പ്രചാരണത്തിന് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കും. പ്രതിരോധ അർദ്ധസൈനിക വിഭാഗങ്ങൾക്ക് ഇത്തവണ ഇലക്ടർ വോട്ട് രേഖപ്പെടുത്താം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിനു ശേഷം കേന്ദ്ര സർക്കാരിന്റെ പൊതു ബഡ്ജറ്റ് വരുന്നതും നിരീക്ഷിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായി നടത്തുന്നതിന്റെ ഭാഗമായാണ് കർശന ചട്ടങ്ങൾ കമ്മീഷൻ കൊണ്ടുവന്നത്. പക്ഷേ ഇതിനിടയിലും വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിൽ ബഡ്ജറ്റ് സമ്മേളനങ്ങൾ വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് ഏറെ നിർണായകം. ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തു നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്.
ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പുറത്തു വന്നിട്ടും ഭിന്നത പരിഹരിക്കാനാകാതെ ഭരണകക്ഷിയായ സമാജ്വാദി പാർട്ടി കടുത്ത പ്രതിസന്ധിയിലേക്ക്. അസം ഖാന്റെ നേതൃത്വത്തിൽ നടന്ന സമവായ നീക്കങ്ങൾ ഫലം കണ്ടില്ല. അതിനിടെ മുലായം സിംഗ് യാദവും ശിവ്പാൽ യാദവും ലക്നൌവിൽ കൂടിക്കാഴ്ച നടത്തി. തർക്കം പരിഹരിക്കാനായില്ലെങ്കിൽ സൈക്കിൾ ചിഹ്നം ഇത്തവണ ആർക്കും ലഭിക്കാനിടയില്ല. നിർണായകമായ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് അവശേഷിക്കുന്നത് ഒരു മാസം. സ്ഥാനാർത്ഥി നിർണയവും നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കണമെന്നിരിക്കെ ഭരണകക്ഷിയായ സമാജ്വാദി പാർട്ടി ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. പാർട്ടിയിൽ നിലനിൽക്കുന്ന പിളർപ്പിന് സമാനമായ സാഹചര്യത്തിന് പരിഹാരമായില്ല. ഒരു ഭാഗത്ത് സമവായ ചർച്ചകൾ തുടരുമ്പോഴും മറുഭാഗത്ത് സ്വന്തം നിലയിൽ മത്സരിക്കാനുള്ള ഒരുക്കങ്ങളും ഇരുവിഭാഗങ്ങളും നടത്തുന്നു. കഴിഞ്ഞ ദിവസം മുലായം സിംഗ് യാദവ്, അഖിലേഷ് യാദവ്, ശിവ്പാൽ യാദവ് എന്നിവർ പങ്കെടുത്ത ചർച്ചയിൽ ചില ഫോർമുലകൾ ഉയർന്നു വന്നെങ്കിലും അഖിലേഷ് യാദവ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. മുലായം സിംഗ് യാദവ് പാർട്ടി അധ്യക്ഷനായി തുടരുക, അഖിലേഷിന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം എന്ന ഫോർമുലയാണ് ചർച്ച ചെയ്തത്. എന്നാൽ അമർ സിംഗിനെ പുറത്താക്കണം എന്ന ആവശ്യത്തിൽ നിന്നും അഖിലേഷ് പിന്നോട്ട് പോയില്ല. ഇതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. അതേസമയം മുലായം സിംഗ് യാദവും ശിവ്പാൽ യാദവും വീണ്ടും കൂടിക്കാഴ്ച നടത്തി. പാർട്ടി ചിഹ്നത്തിൽ അവകാശവാദം ഉന്നയിച്ച് ഇരുവിഭാഗവും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ചിഹ്നം സംബന്ധിച്ച തർക്കം തുടർന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈക്കിൾ ചിഹ്നം മരവിപ്പിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തയിലേക്ക്. CPM-ന്റെ സമ്പൂർണ്ണ നേതൃയോഗങ്ങൾ നാളെ മുതൽ തിരുവനന്തപുരത്ത് ചേരും. നാളെ പോളിറ്റ് ബ്യൂറോ യോഗവും കേന്ദ്ര കമ്മിറ്റി യോഗം ഈ മാസം 6, 7, 8 തീയതികളിലും നടക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അതത് സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ യോഗം ചർച്ച ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. CPM-ന്റെ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി ആദ്യമായാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. പൊതുസമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം 6, 7, 8 തീയതികളിലാണ് കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരുന്നത്. 5-ാം തീയതി പോളിറ്റ് ബ്യൂറോ യോഗം AKG സെന്ററിലെ സെക്രട്ടേറിയറ്റ് ഹാളിൽ ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കേണ്ട നയം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. മറ്റ് അജണ്ടകൾക്ക് 5-ന് ചേരുന്ന PB യോഗം അന്തിമ രൂപം നൽകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഈ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാണ് കൂടാറുള്ളത്. കൽക്കത്ത, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മുമ്പൊക്കെ ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇത്തവണ കേരളത്തിൽ നടത്തണം എന്ന് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെടുകയും അതിനുള്ള സംവിധാനം ഇവിടെ ഏർപ്പാട് ചെയ്യുകയുമാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. കേന്ദ്ര കമ്മിറ്റിയോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ പങ്കെടുക്കും. 7-ാം തീയതിയാണ് പൊതുസമ്മേളനം. MR സജേഷ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് RS നടത്തിയ ആയുധ പരിശീലനത്തെക്കുറിച്ചും നിയമവിരുദ്ധ പ്രവർത്തനത്തെക്കുറിച്ചും അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിലെ 30 കേന്ദ്രങ്ങളിൽ ക്രിസ്മസ് അവധിക്കാലത്ത് RSS ആയുധ പരിശീലനം നടത്തി. സംസ്ഥാനത്തെ ഒരു കലാപകേന്ദ്രമാക്കാനുള്ള RS തയ്യാറെടുപ്പിന്റെ തെളിവാണിതെന്നും കോടിയേരി പറഞ്ഞു. പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് വ്യാപകമായ അക്രമ സംഭവങ്ങൾ അയച്ചുവിടാനാണ് BJP ശ്രമം. RSS നേതൃത്വമാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്യുന്നതെന്നും കോടിയേരി പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഇന്ത്യൻ കരസേനയ്ക്ക് മലയാളി ഉപമേധാവി. കൊട്ടാരക്കര സ്വദേശിയായ ലഫ്റ്റനന്റ് ജനറൽ ശരത് ചന്ദാണ് കരസേനയിലെ 2ാമനായി നിയോഗിക്കപ്പെട്ടത്. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ശരത് ചന്ദ്. ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് കരസേനാ മേധാവിയായി ചുമതലയേറ്റതിനെ തുടർന്നാണ് ശരത്ചന്ദ്രന്റെ നിയമനം. നിലവിൽ രാജസ്ഥാൻ, പഞ്ചാബ് അതിർത്തിയുടെ ചുമതലയുള്ള തെക്കുപടിഞ്ഞാറൻ കമാൻഡിന്റെ മേധാവിയാണ് ജനറൽ ശരത്ചന്ദ്. കൊട്ടാരക്കര കുറുമ്പാലൂർ ശാരദാ മന്ദിരത്തിൽ N പ്രഭാകരൻ നായരുടെയും ശാരദാമ്മയുടെയും മകനാണ് ശരത്ചന്ദ്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയിൽ കാർഗിലിലും ശ്രീലങ്കയിലെ IPKF പോരാട്ടത്തിലും കമ്പനി കമാൻഡറായിരുന്നു ശരത്ചന്ദ്. അസമിൽ വിമതരുടെ നുഴഞ്ഞുകയറ്റം ചേർത്ത ഓപ്പറേഷൻ നീറോയിലും അരുണാചൽ ചൈനീസ് അതിർത്തിയിൽ ബ്രിഗേഡ് കമാൻഡറായും പ്രവർത്തിച്ചിട്ടുണ്ട്. മേജർ ജനറൽ റാങ്കിൽ കശ്മീരിൽ ഒരു ഡിവിഷന്റെ തലവനായും പ്രവർത്തിച്ചു. ലഫ്റ്റനന്റ് ജനറൽ റാങ്കിൽ അസം, അരുണാചലിൽ ചൈനീസ് അതിർത്തിയിൽ തന്ത്രപ്രധാനമായ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. സൊമാലിയയിലെ UN ദൌത്യത്തിൽ സ്റ്റാഫ് ഓഫീസറായിരുന്നു. 2006-ൽ വിശിഷ്ട സേവാ മെഡലും 2014-ൽ അതിവിശിഷ്ട സേവാ മെഡലും നൽകി ശരത്ചന്ദിനെ രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഉത്തം യുദ്ധസേവാ മെഡലും നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. സിനിമാ പ്രതിസന്ധി വിഷയത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശൻ. ശക്തമായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ എല്ലാ കാര്യങ്ങളിലും പരിഹാരം ഉണ്ടാകുമെന്നും പ്രിയദർശൻ പറഞ്ഞു. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ എല്ലാ കാലവും സിനിമാ മേഖലയെ തകർത്തിട്ടേ ഉള്ളൂ എന്നും പ്രിയദർശൻ വ്യക്തമാക്കി. ഒരു ഡയറക്ടറുടെ മാത്രം ഇത് പ്രശ്നമല്ല. കാര്യം വെച്ചാൽ ഈ സംഭവങ്ങൾ ഇതിനു മുൻപും ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സമരം ചെയ്യുക, ടിക്കറ്റിൻ്റെ പ്രശ്നം ഉണ്ടാക്കുക, അത് കഴിഞ്ഞാൽ ഇൻക്രീസ് വൈഡ് റിലീസിൻ്റെ പ്രശ്നം ഉണ്ടാക്കുക.
ഈ എല്ലാ കാര്യത്തിലും ഈ ഒരു ഫെഡറേഷൻ കാരണം ഒരുപാട് മലയാള സിനിമ സഫർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിന് ഒരു അവസാനം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടൊരു ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വയനാട് ജില്ലാ കൺവെൻഷൻ കൽപ്പറ്റയിൽ നടന്നു. കൺവെൻഷൻ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് പൂക്കയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K ഗോവിന്ദൻ, വാസുദേവൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലാവ്ലിൻ കേസിൽ CBI സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു. ഫെബ്രുവരി 2ാം വാരം അന്തിമവാദം തുടങ്ങും. റിവിഷൻ ഹർജിയിലെ നിയമപ്രശ്നങ്ങൾ മാത്രമായിരിക്കും പരിഗണിക്കുകയെന്ന് കോടതി അറിയിച്ചു.